അവസാനിപ്പിച്ചിടത്തു നിന്ന് ഞാനൊരു അനുബന്ധം കൂടി ചേർക്കുകയാണ്. നേമത്ത് നഷ്ടപ്പെട്ടു പോയ ഒരു വോട്ടിനെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ശർമ്മ പറഞ്ഞു. നേമത്ത് ഞങ്ങൾ തോറ്റു, നേമത്ത് നിങ്ങളും തോറ്റു. തോറ്റതിന്റെ 2 വോട്ടിനെ തോപ്പിച്ച് വന്ന ഒരാളിവിടെയുണ്ട്, രാജേട്ടൻ. മൊത്തം വോട്ട് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അങ്ങോട്ട് വെച്ചു. അപ്പൊ അവിടെ നഷ്ടപ്പെട്ടത് ഇവിടെ നിങ്ങൾ ലാഭാക്കി എടുത്തു. സന്തോഷം. ഏതായാലും അത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. സർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇല്ല, എന്നെ ഡിസ്റ്റർബ് ചെയ്താൽ കൂടുതൽ സമയം തരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 3 മുഷ്ടികൾ ഞങ്ങൾ ഈ ചുവരിന്റെ മേളിലൊക്കെ കണ്ടു. ഇവിടെ LDF വരട്ടെ, എല്ലാം ശരിയാകുമെന്ന്. സാർ, അതിനകത്ത് ഒന്ന് സഭാനാഥനായിട്ട് ഇവിടെയുണ്ട് സാർ, മറ്റൊന്ന് പാർട്ടിനാഥനായിട്ട് പാർട്ടി ഓഫീസിലുണ്ട് സാർ. 3ാമത്തെ മുഷ്ടി എവിടെ പോയി? സത്യത്തിൽ ദയനീയായി, കഷ്ടമായി. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് വളരെ സ്നേഹമുണ്ട്, പക്ഷേ അദ്ദേഹത്തോട് കുറച്ചുകൂടി നീതി കാണിക്കണമായിരുന്നു. 3 മുഷ്ടികൾ ഒരുമിച്ച് വന്ന് 2 മുഷ്ടികൾ മാറി നിന്ന് മർക്കട മുഷ്ടി കാണിക്കുന്നതാണ് ഞങ്ങളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, ഇവിടെ കോൺഗ്രസിന്റെ തകർച്ചയിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ശർമ്മ വിലപിച്ചു. സാർ, 1952 ആദ്യത്തെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായിരുന്നത് ആരായിരുന്നു? അങ്ങേക്ക് ഓർമ്മയുണ്ടോ? ശ്രീ AKG സാർ. അവിടെ മുതൽ തുടങ്ങിയതാണ് സാർ. ഇന്ന് നിങ്ങളുടെ പാർട്ടി ആ പാർലമെന്റ് ഏത് കോണിലാണ് ഇരിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി ഗവേഷണം നടത്തേണ്ടി വരികയല്ലേ സാർ? ദയവായി ഞങ്ങളെ കുറ്റപ്പെടുത്താൻ പോരരുത്. ഇല്ല, ഞാനിതൊന്നും പറയാൻ പോയതല്ല, സാർ. പക്ഷേ ഞങ്ങൾ 1977 തോറ്റു, പക്ഷേ 80 ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റു. ഇന്ദിരാഗാന്ധി ഒരു കൊടുങ്കാറ്റ് പോലെ ഇന്ത്യൻ പാർലമെന്റിൽ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായില്ലേ? അറിയേണ്ടതാണ് സാർ. 1999 ഞങ്ങളെ BJP തോപ്പിച്ചു. നിങ്ങൾ ഏത് പക്ഷത്ത് നിന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം നോക്കിയാൽ മതി. കണ്ണാടി എടുത്ത് നോക്കണം, നിങ്ങൾ എവിടെയാ നിന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും സാർ. അതൊക്കെ പോട്ടെ, ഇപ്പൊ നിങ്ങൾ കുറ്റപ്പെടുത്തി ഇവിടെ സംസാരിക്കുന്ന സമയത്ത് ബംഗാളിൽ നിങ്ങൾ പോയിരിക്കുന്ന ഏത് മൂലയാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ പറ്റുമോ സാർ? അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇവിടെ ജയിച്ചു എന്ന് ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങൾ ജനവിധി മാനിക്കുകയാണ്. ആ ജനവിധി മാനിച്ച് നിങ്ങൾ നിങ്ങളുടെ ഭരണവുമായിട്ട് വയ്ക്കുള്ളൂ. പക്ഷേ ആ ഭരണത്തിൽ നിങ്ങൾ ഗവർണറെ കൊണ്ട് പറയിപ്പിച്ചത് കുറച്ച് കട്ടിയായി പോയി എന്നുള്ളതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് സാർ. ഇവിടെ അഴിമതി വിരുദ്ധ നടപടി എന്നുള്ള നിലയിൽ 3ാം പേജില് ഗവർണർ പറഞ്ഞിട്ടുള്ള 6-7 കാര്യങ്ങളുണ്ട്. അതില് അദ്ദേഹം എല്ലാ വകുപ്പുകളും നിർബന്ധിതമായി വിവരങ്ങൾ വെളിപ്പെടുത്തും, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. സാർ, ഇത് വിവരാവകാശ നിയമമാണ്. അത് കേരളത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നതാണ്. കൂടുതൽ പൊതുമരാമത്ത് ഈ ടെൻഡർ നേരത്തെ ഉള്ളതാണ് സാർ. സാർ, ഈ പ്രൊക്യൂർമെന്റ് നേരത്തെ ഉള്ളതാണ്. ട്രാൻസ്ഫറിന്റെ മാനദണ്ഡം നേരത്തെ ഉള്ളതാണ്. സോഷ്യൽ ഓഡിറ്റ് അതും നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് സാർ. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അവകാശവാദമാണെന്ന് പറയുമെങ്കിലും ഇത് UDFന് തന്ന ഗുഡ് സർട്ടിഫിക്കറ്റായി ഞാൻ അംഗീകരിക്കുകയാണ്, ഞാൻ അതെടുക്കുകയും ചെയ്യണം സാർ. ഇവിടെ നിങ്ങൾ പറഞ്ഞ UDFന്റെ നിലപാടിന്റെ തനി ആവർത്തനല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാർ. സ്റ്റാർട്ടപ്പ് വില്ലേജ് സാർ, ഇന്ത്യയിൽ ആദ്യമായി സ്റ്റാർട്ടപ്പ് വില്ലേജ് ഉണ്ടാക്കിയത് ഏത് ഗവൺമെന്റ്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഉണ്ടാക്കി സാർ. അവരെ ഞങ്ങൾ വിദേശത്ത് വിട്ടു. ആ കുട്ടികളെ ഞങ്ങൾ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി ക്യാബിനറ്റിലെത്തിച്ച് അവരുമായി ചർച്ച നടത്തി അവർക്ക് കൊടുക്കേണ്ട പ്രോത്സാഹനത്തെക്കുറിച്ച് ആലോചിച്ചു. സ്റ്റാർട്ടപ്പ് വില്ലേജ് സാർ, വിലസ്ഥിരതാ ഫണ്ട് 500 കോടി രൂപ ഞങ്ങൾ വെച്ചതല്ലേ? ആ 500 കോടി രൂപ വെച്ചിട്ടും നിങ്ങൾ കണ്ടില്ല എന്ന് പറയില്ലേ? അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം നേരത്തെ UDF ഗവൺമെന്റ് നടപ്പാക്കിയതല്ലേ സാർ? RSBY പദ്ധതി, ഇൻഷുറൻസ് സ്കീം, അതിവിടെ നടക്കുന്നതല്ലേ സാർ? ഗവർണറെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് നന്നായി, കാരണം UDFന്റെ പ്രവർത്തനം നല്ലതാണ് എന്ന് ഗവർണറെങ്കിലും പറഞ്ഞു പോകട്ടെ, അത് നന്നായി സാർ. ആരോഗ്യരംഗത്ത് നിന്ന് അപകടകരമായ ഒരു നീക്കമുണ്ട്. ആരോഗ്യരംഗത്ത് നിന്ന് ഗവൺമെന്റ് സാവകാശം തലയൂരുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സാർ ആരോഗ്യ കേരളം പദ്ധതി ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ച് നടപ്പാക്കുന്നതിന് വേണ്ടി ബജറ്റ് പ്രൊവിഷൻ ഉള്ളതാണ്. ഇന്ത്യ ഗവൺമെന്റ് പണം തരുന്നതാണ്. നിങ്ങൾ എന്താ പറയുന്നത്? അത് ഇൻഷുറൻസിനെ ഏൽപ്പിക്കാൻ പോകുന്നു. അമ്മയും കുഞ്ഞു പദ്ധതി അത് ഗവൺമെന്റിന്റെ ഫണ്ടിനകത്തുള്ളതാണ്. കോക്ലിയർ ഇംപ്ലാന്റേഷൻ അത് ഗവൺമെന്റ് പണം മുടക്കി കൊടുക്കുന്നതാണ്.
ഇതെല്ലാം ഇൻഷുറൻസിനെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സാർ, യൂണിവേഴ്സൽ പ്രീപെയ്ഡ് സ്കീം കൊണ്ടുവന്ന് നമ്മളുടെ ആരോഗ്യരംഗത്തെ കൂടുതൽ ചെലവുള്ളതാക്കി മാറ്റും. പാവപ്പെട്ടവന്റെ മേൽ കൂടുതൽ പണം അടിച്ചേൽപ്പിക്കും. ഇൻഷുറൻസ് കമ്പനിക്ക് കേരളത്തെ തീരെഴുതാൻ നിങ്ങൾ ശ്രമിച്ചോ എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമല്ലേ സാർ? ഇവിടെ നിങ്ങളിപ്പോ ഞാൻ നോക്കിയപ്പോ കായിക രംഗം ഞാൻ കണ്ടു. പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ഞാൻ പറയുന്നില്ല, അത് ചർച്ച വരികയാണെങ്കിൽ അപ്പോഴതിലേക്ക് പോകാം. സാർ, കേരളത്തിന്റെ കായിക രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഒരു കായിക ഭവൻ ഇല്ലാത്തതാണോ? സാർ, ഇവിടെ കായിക ഭവൻ പണിയും, അതാണ് കേരളത്തിലെ കായിക രംഗത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. സാർ, നോൺ നാഷണൽ ഗെയിംസ് 7 ജില്ലകളുണ്ട്. അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഗവർണറെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? സാർ, പെൺകുട്ടികൾക്കിടയിൽ സ്പോർട്സ് പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് മാത്രം വേണ്ടി സ്പോർട്സ് ക്ലബ്ബ് തുടങ്ങും എന്ന് പറയുന്നത് വലിയൊരു നയപ്രഖ്യാപനം നമ്മുടെ ഗവർണറെ കൊണ്ട് ചെയ്യിച്ചു. സാർ, ആരൊക്കെ നമ്മുടെ മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകൾ? സാർ, PT ഉഷ, ഷൈനി വിൽസൺ, പ്രീജ ശ്രീധരൻ ഒരു തലമുറയിലെ ആളുകളായി അവസാനത്തെ ആളായി വന്നു നിൽക്കുകയാണ്. സാർ, ലോകത്ത് കായിക രംഗത്ത് അവരുടെ സ്ഥാനം എന്ത് എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കായിക ഭവൻ ഇല്ലാത്തതാണോ ഇവിടുത്തെ പ്രശ്നം? സാർ, ഇപ്പോ ഭരിക്കുന്ന നമ്മളുടെ കിൻഡുലൂക്കയെ പോലെ, ബയൂഖാൻ ജോഡിയെ പോലെ, OP ജയ്ഷിയെ പോലെ, സിനിമോൾ പൗലൂസിനെ പോലെ ഇന്ന് അന്തർദേശീയ രംഗത്ത് നമ്മുടെ ഇന്ത്യയുടെ കേരളത്തിന്റെ യശസ് ഉയർത്തിയിരിക്കുന്ന കായിക താരങ്ങളുണ്ട്. സാർ, നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ അവരെക്കുറിച്ച് ആ പദ്ധതിക്ക് എന്തെങ്കിലും പ്രോത്സാഹനം കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ടേ? സാർ, നിങ്ങൾ പ്രിമിറ്റീവ് സ്റ്റേജിലാണ്. നിങ്ങൾ നിൽക്കുന്നത് പ്രാകൃത കാലഘട്ടത്തിലാണ്. അവിടെ നിന്ന് കേരളം വളർന്നു, കേരളത്തിലെ സ്പോർട്സ് താരങ്ങളും വളർന്നു. ആ കാലഘട്ട സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കുന്നതിന് പകരം നിങ്ങൾ ഇപ്പോഴും പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാർ, സമ്പൂർണ്ണ വൈദ്യുതീകരണം, അതാണ് ഗവർണർ പറഞ്ഞത്. നമ്മുടെ ശ്രീ AK ബാലൻ ഈ നിയമസഭയിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണത്തെക്കുറിച്ച് പറയുന്നു. ഇപ്പൊ അദ്ദേഹം ലൈൻ ഒന്ന് ചെറുതായി മാറ്റുമോ എന്നെനിക്കറിയില്ല. 87 നിയോജക മണ്ഡലത്തിലേ ഉള്ളൂ, ബാക്കിയില്ല എന്ന് പറയാനാണ് അങ്ങ് ശ്രമിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ സാർ, അതിനുശേഷം 4 പ്രാവശ്യം ഞാൻ ഈ പ്രഖ്യാപനം കേട്ടിട്ടുണ്ട്, സമ്പൂർണ്ണ വൈദ്യുതീകരണം കേരളത്തിൽ. സാർ, ഇത് ഹനുമാന്റെ പാല് പോലെയാണ്. എല്ലാം സമ്പൂർണ്ണമാക്കിയാലും പിന്നെയും ഒരു 5%, 2% ഇല്ല, എനിക്ക് സഭയില്ല. അവസാനം സഭ അനുവദിച്ച അപ്പൊ വഴങ്ങുകയും ചെയ്യാം. അപ്പോ അങ്ങനെ ഇത് നീണ്ടു പോകും. സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന് പറയുന്നത് ഒരു ചിറകറ്റ് നിർത്താൻ കഴിയില്ലാത്തത് കൊണ്ടാകാം അങ്ങ് അത് പറയുന്നത് എന്ന് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ഇതൊരു പഴഞ്ചൻ ഐഡിയയാണ്. അതിനേക്കാൾ ഇപ്പോ ഒരു നൂതനമായ നവകേരള സൃഷ്ടിക്ക് വേണ്ടി കേരള സമൂഹം 21ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗത്തിലേക്ക് പോകുന്ന കേരളത്തിൽ അതിന് പറ്റത്തക്ക വിധത്തിലുള്ള ഭാവന സമ്പൂർണമായ ഒരു പ്രഖ്യാപനമായി ഇതിനെ എടുക്കാൻ കഴിയുമോ? സാർ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം പല കാര്യങ്ങളിലും കോൺട്രവേഴ്സി ഇല്ലാതെ പോകാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്നുള്ളത് ഞാൻ സമ്മതിച്ചുകൊണ്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ. മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ എന്തിനാണ് ഈ തിടുക്കമെടുത്തത്? സാർ, മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഈ സഭയിൽ നമ്മൾ എത്ര ചർച്ച നടത്തിയിട്ടുണ്ടോ? മുല്ലപ്പെരിയാറിൽ പുതിയ ഒരു അണക്കെട്ട് വേണം എന്നെല്ലാ കക്ഷികളും ഒരുപോലെ പറഞ്ഞതല്ലേ? സർവകക്ഷി യോഗം അതിന് ചേർന്നതല്ലേ? മുല്ലപ്പെരിയാറിൽ നിന്നുണ്ടാകുന്ന ജലപ്രവാഹത്തിൽ കേരളത്തിലെ 4 ജില്ലകൾ ഒലിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഡാം ശക്തി നിയമം ഈ നിയമസഭയിൽ കൊണ്ടുവന്നതല്ലേ? സാർ, എന്തുകൊണ്ട് ഒരു ചർച്ചയില്ലാതെ, പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ, ഏകപക്ഷീയമായി മുല്ലപ്പെരിയാറിലെ ഒരു പുതിയ ഡാമിനെ കുറിച്ച് ആലോചനയില്ല എന്ന് വരുന്ന രൂപത്തിൽ, ആ രൂപത്തിൽ അങ്ങനെ ഒരു സംസ്ഥാനത്തെ കൊണ്ട് വെട്ടിയിടാമോ? അങ്ങേക്ക് കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ പോസ്റ്റ് ഒട്ടിക്കുന്നത് ഇപ്പൊ തമിഴ്നാട്ടിലാണ്. അവിടെ അവരെല്ലാം അങ്ങേക്ക് വേണ്ടി വൈക്കോ എന്നൊക്കെ പറയുന്നത് ആരാണെന്ന് അറിയില്ലേ? സാർ, അവിടെ എല്ലാം പോസ്റ്റ് ഒട്ടിക്കുകയാണ്. അങ്ങേക്ക് വലിയ സ്വാഗതമാണ് അവർ പറയുന്നത്. സാർ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു നിലപാടെടുക്കുമ്പോൾ കുറച്ചുകൂടി ആലോചിക്കട്ടെ. ഇവിടെ 40 ലക്ഷം ആളുകൾ, മുല്ലപ്പെരിയാർ പൊട്ടിയാൽ 40 ലക്ഷം ആളുകൾ ഒഴുകി അറബിക്കടലിൽ പോകും എന്ന് പറഞ്ഞ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ അച്യുതാനന്ദൻ തൊട്ടപ്പുറത്തിരിക്കുകയാണ്. അങ്ങയുടെ അഭിപ്രായം എന്താ ഇതില്? അങ്ങക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായമുണ്ടെങ്കിൽ അടുത്ത സംസാരിക്കാൻ പോവുകയാണ്. അങ്ങയുടെ അഭിപ്രായം ഇതിൽ പറയേണ്ടതാണ്. സാർ, ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള അസഹിഷ്ണുത പെരുകി വരികയാണ്. സാർ, നോക്കിൽ, നിപ്പിൽ, പെരുമാറ്റത്തിൽ
സമീപനത്തിൽ ഒക്കെ രാഷ്ട്രീയമായ അസഹിഷ്ണുതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർ, ആ അസഹിഷ്ണുത ശരിയാണോ? ഇവിടെ നിങ്ങൾക്കറിയാം, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ രോഹിത് വേമുല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അസഹിഷ്ണുതയ്ക്കെതിരായി ഈ ഇന്ത്യയൊട്ടാകെ ഒരുമിച്ച് എല്ലാവരും ഉയർത്തെഴുന്നേറ്റതാണ്. അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയും ഉണ്ടാകിയിരുന്നു, SFI ഉണ്ടാകിരുന്നു, ഇവിടെ പുരോഗമന ചിന്താഗതി ഉൾക്കൊള്ളുന്ന എല്ലാ ജനവിഭാഗവും ഉണ്ടാകിരുന്നു. സർ, ആ അസഹിഷ്ണുത ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സർ, അഞ്ജു ബോബി ജോർജ് എന്ത് കുറ്റമാ ചെയ്തത്? അഞ്ജു ബോബി ജോർജ് ചെയ്ത കുറ്റമെന്ത് എന്ന് പറയട്ടെ. എനിക്ക് തോന്നുന്നത് CP ജയരാജൻ പറഞ്ഞത് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ്, അങ്ങയുടെ ഏറ്റവും അവസാനത്തെ പ്രസ്താവന വരെ. സർ, എങ്കിൽ പിന്നെ ലോകമാദരിക്കുന്ന അഞ്ജു ബോബി ജോർജിനെ ഇങ്ങനെ നമ്മൾ ഫുട്ബോൾ അടിക്കണമായിരുന്നോ? അങ്ങ് അടിച്ചത് കൊണ്ടൊരു ഗുണം കിട്ടി. അവർക്ക് ഡൽഹിയിൽ ഇപ്പോ ഒരു തിരുവഞ്ചൂർ ആയിക്കോട്ടെ, 2 മിനിറ്റ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ 1 മിനിറ്റ് കളഞ്ഞു. സർ, ഇവിടെ അഞ്ജു ബോബി ജോർജ് അസഹിഷ്ണുത കാണിക്കാമോ? സർ, സെൻകുമാർ DGP അദ്ദേഹത്തിന് എന്തിനാ അദ്ദേഹത്തോട് അസഹിഷ്ണുത കാണിച്ചത്? സർ, തലശ്ശേരിയിലെ ദളിത് സ്ത്രീകളുടെ കാര്യം അത് പറഞ്ഞ് അവസാനിപ്പിച്ചോ? ഞാനത് എന്തായാലും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്തിനാണ് ഈ അസഹിഷ്ണുത? സർ, 3.5 കോടി ജനങ്ങളുള്ള ഈ കേരളത്തിൽ 2 പാവപ്പെട്ട ദളിത് സ്ത്രീകളോട് ഇത് ഇങ്ങനെ ചെയ്യണം എന്ന് എന്തിനാ നിർബന്ധം വെക്കുന്നത്? അവര് പോകട്ടെ, ആ നിലപാട് എടുക്കരുതോ? കുറച്ചുകൂടി സഹിഷ്ണുതയോടുകൂടിയ സമീപനം എടുക്കരുതോ? സർ, ധിക്കാരത്തിന് ചിറക് വെച്ച രൂപത്തിൽ ഇവിടെ ചില ആളുകൾ പെരുമാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, ഈ കേരളം ഇത് പലരെയും കണ്ടതാണ്. സർ, CP ഭരിച്ച നമ്മുടെ ഈ തിരുവിതാംകൂറും ഇവിടെ എന്നാ പിന്നെ അങ്ങനെയാവട്ടെ, അങ്ങനെയാണെങ്കിൽ ആകട്ടെ. ഇല്ല, അത് നിയന്ത്രിക്കാൻ അങ്ങേക്ക് കഴിയട്ടെ. ഞാൻ എന്നെ സ്വയം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരെ ആര് കൺട്രോൾ ചെയ്യും? സർ, അവരെ ആര് കൺട്രോൾ ചെയ്യും? ഒരു നിയമസഭ അംഗം സാർ, ഞാനിവിടെ ഓടിലക്കി വന്നതല്ലെന്ന് പറയുന്ന പഴയ ശൈലിയാണ്. സാർ, 2011 എനിക്ക് കിട്ടിയ ഭൂരിപക്ഷം 711. അതിന്റെ 50 ഇരട്ടി ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഞാൻ ഈ നിയമസഭയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദയവായി ആ കാര്യം അങ്ങ് എന്നോട് പറയരുത്. ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ചേർന്ന് സമയം കൊടുക്കാൻ പറ്റില്ല. എന്തോ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ചേർന്ന് സമയം കൊടുക്കാൻ പറ്റില്ല. ആർക്കാ കൊടുക്കുന്നത്? ദയവായി സഹകരിക്കണം. 10 സംരക്ഷണം ഉള്ളത് 6ഉം 4ഉമായി കീറി മുറിക്കുന്നതാണോ പിന്നെ കൊടുക്കുന്ന സംരക്ഷണം? സാർ, ശരിയാണോ അത്? സാർ, പറയാതിരുന്നതല്ല. അങ്ങ് ദയവായി എന്നെ കൊണ്ട് അത് പറയിപ്പിക്കരുത്. അങ്ങേ ആദരിച്ചുകൊണ്ട് എല്ലാവരും പറഞ്ഞു സൗമ്യതയുടെ മുഖഭാവം. ഞാനത് ആവർത്തിക്കുന്നു, സൗമ്യതയുടെ മുഖഭാവം. അതുകൊണ്ട് ധിക്കാരത്തിന് ചെറിയ ഇവിടെ അഹന്തയുടെ മഹാരാജാക്കന്മാരായി ആരും ഈ കേരളത്തിൽ വാണിട്ടില്ല എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഈ നന്ദി പ്രമേയത്തെ എതിർക്കുകയാണ്.